ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ 6 മലബാർ സ്നേക്ക് ഹെഡുകൾ കിടന്നിരുന്നത്. അതിനകത്ത് 2 എണ്ണത്തിന് പണി കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം ഡെഡായി പോയി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അവർ ഇന്നല്ല ഡെഡായി പോയത്, ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വന്നേക്കുകയാണ്. ഇന്നലെയാണ് ഇത് സംഭവിച്ചത്. ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ നല്ല ശക്തിയായിട്ട് സൺലൈറ്റ് ഇതിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രശ്നം പറ്റിയതാണ്. ഇതിനകത്ത് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം മറയായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് മുമ്പ് അസോള ഉണ്ടായിരുന്നു. അപ്പോൾ സമ്മർ സീസണിലൊക്കെ അസോള ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നത്. പെട്ടെന്ന് ഈ അസോളയെല്ലാം പോയി സൺലൈറ്റ് ഡയറക്റ്റ് വന്നപ്പോഴാണ് പണി കിട്ടിയത്. ഇത് ഡെപ്ത് കുറഞ്ഞ ടാങ്ക് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇഷ്യൂ വരുന്നത്. ഡെപ്ത് ഉള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ചൂടൊക്കെ വരുന്ന സമയത്ത് ആ ഡെപ്തിലായിരിക്കും, ആഴത്തിലായിരിക്കും പോയി നിൽക്കുന്നത്. നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ചൂടിൻ്റെ കാര്യം അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഇതിൽ കിടക്കുന്ന 4 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയും ബാക്കി വരുന്ന 4 മലബാർ സ്നേക്ക് ഹെഡുകളെയും നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള ടാങ്കുകളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. 4 സ്നേക്ക് ഹെഡുകളെ നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്കാണ് മാറ്റാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി കിടന്നിരുന്ന ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ 4 സക്കർ കാറ്റ് ഫിഷുകളെ, ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ നമ്മൾ ഒരു ടബിലേക്കാണ് താൽക്കാലികമായിട്ട് മാറ്റുന്നത്. എന്നിട്ട് ഈ ഒരു ടാങ്കിൽ നമ്മളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനി മീനുകളിൽ നിന്ന് നമ്മൾ ഇടുന്നില്ല. അതിന് പകരം ജസ്റ്റ് ചെടികൾ മാത്രമാണ് ഇടാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, പുലിവാകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ചിലതൊക്കെ സൈസ് കുറഞ്ഞത് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഡെഡായി പോയത് 2 അത്യാവശ്യം നല്ല സൈസ് ഉള്ളതായിരുന്നു. നമ്മൾ ഇവരെ ഈ ടാങ്കിൽ നിന്ന് പിടിച്ച് മറ്റു ടാങ്കുകളിലേക്കൊക്കെ മാറ്റുന്ന ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.